കൊള്ളാവുന്നതൊന്നും ഇപ്പൊ നിലവിലില്ല. നിങ്ങൾക്ക് എന്തു കൊടുക്കാൻ പറ്റും എന്നുകൂടി നോക്കിയിട്ട് വേണമല്ലോ. ആദ്യം പറഞ്ഞ ആലോചന കൊള്ളാലോ. PWD കാരൻ ഓവർസിയർ. അത് നോക്കണോ? ഏറ്റവും കുറഞ്ഞത് 50 പവനും 5 ലക്ഷവും കൊടുക്കേണ്ടി വരും. അതൊന്ന് ആലോചിച്ച് നോക്കാം. 50 പവനൊക്കെ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഈ വീടിന്റെ പുരയിടത്തിന്റെ പാതി അവകാശം എനിക്കാ. വേണ്ടി വന്ന ആ പാതി ഞാനങ്ങ് വിൽക്കും. കല്യാണം കഴിഞ്ഞാൽ തീർന്നോ ചെലവ്? വേറെ എന്തെല്ലാം ചെലവുണ്ട്? അലമാര, പെട്ടി, പ്രമാണം, നല്ല വാതില്, ആദ്യ പ്രസവം, കൊച്ചിന് വാളയും തളയും അരഞ്ഞാണവും മോതിരവും മാലയും, രണ്ടാമത്തെ പ്രസവവും. അതിനിടയ്ക്ക് നിങ്ങൾക്ക് താമസിക്കണ്ടേ? നിങ്ങളുടെ ഓഹരി വിറ്റ പിന്നെ എന്ത് ചെയ്യും? വീടുണ്ടല്ലോ, അത് വിൽക്കുന്നില്ല. വിജയമ്മയ്ക്ക് കൊടുത്തതാ വീട്. അവള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ വീട്ടിൽ കിടക്കാം. എന്നാലേ ഇത് തന്നെ ആലോചിക്കട്ടെ. ആലോചിച്ചോ, എന്തിനാ സംശയിക്കുന്നേ? സ്വർണം മാത്രം പോരല്ലോ, പൈസ ഉണ്ടാകണ്ടേ? ഗോവിന്ദൻകുട്ടിയോട് ചോദിക്കണം. ചിട്ടിയും വട്ടിയൊക്കെ നടത്തുന്നവനല്ലേ. 4-5 ലക്ഷം രൂപ മറിക്കാനാണോ അവന് ബുദ്ധിമുട്ട്? സ്വന്തം പെമ്മക്കൾ നിൽക്കുമ്പോ ആരെങ്കിലും ചേച്ചിയുടെ മോക്ക് 5 ലക്ഷം രൂപയൊക്കെ സഹായം കൊടുക്കോ? അല്ല, ഇപ്പൊ പുതിയൊരു പെങ്കൊച്ചും കൂടെ എത്തിയിട്ടുണ്ടെന്നും കേട്ടു. ആ ഗോവിന്ദൻകുട്ടിയുടെ ആദ്യ ഭാര്യയിലുള്ള മോള് അല്ലേ? അതൊക്കെ വീട് സോമ, നീ ഇത് പറ. ഇതെങ്ങനെങ്കിലും ഒന്ന് നടത്തിത്താ. ദേ, നിനക്കിതുവരെ ആരും തരാത്തൊരു സമ്മാനം ഞാൻ തരും. ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരികേറ്റല്ലേ. വേണ്ടി വന്നാ ഞാൻ ഇതങ്ങ് നടത്തിത്തരും. അതെനിക്കറിയാം, നീ മനസ്സ് വെച്ചാ നടക്കുമെന്നേ. എന്നാ അടുത്ത ആഴ്ച പെണ്ണ് കാണല് നടത്തിയേക്കട്ടെ. ഞങ്ങള് റെഡിയാ. ചെറുക്കനോട് വരാൻ പറ. പിന്നെ നടക്കില്ല എന്ന് പറഞ്ഞ് പറ്റിച്ചേക്കരുതേ. ഇല്ലെന്നേ, ചെറുക്കനെ വിളിച്ചോണ്ട് വാ, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. ഫോട്ടോ ഞാൻ കാണിച്ചില്ലേ, അതിനേക്കാൾ ബെറ്ററാ നേരിട്ട് കാണാൻ. അപ്പൊ അടുത്ത ആഴ്ച ദിവസം ഏതാണെന്ന് ഞാൻ ഫോണിൽ വിളിച്ച് പറയാം. റെഡി ആയിരിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാനിങ്ങനെ പല പ്രാവശ്യം വന്നു പോകുന്നതല്ലാതെ വഴിച്ചെലവിനൊന്നും തരുന്നില്ലേ? ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ലല്ലോ, അതല്ലേ. മോളെ, ഒരു 100 രൂപ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. 100 ഇപ്പൊ പിച്ചക്കാര് വാങ്ങുന്ന പൈസയല്ലേ. 500 താ ചേച്ചി. ഒരു 200 എടുത്തോ ചെല്ല്. പിന്നെ ദേ, എന്റെ മോൻ സുകേശന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ചേക്കണേ. അവനാ മൂത്തത്. എന്തായാലും പെണ്ണിനെ കെട്ടിച്ചിട്ടേ ഉള്ളൂ എല്ലാം. എന്നാലും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതല്ലേ? അതും നോക്കാം. വേറെ എന്താ എനിക്ക് പണി? അമ്മേ, അങ്ങോട്ട് കൊടുത്തേരേ. നിന്റെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേടി? എന്റെ പണി അങ്ങനെ തീരോ? അതിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചങ്ങലമാതിരി അങ്ങ് നീണ്ടു കിടക്കല്ലേ. ആ സോമരാജൻ ബ്രോക്കറെ ഒരു നല്ല ആലോചന കൊണ്ടുവന്നു. അയാൾ എല്ലാ ആഴ്ചയിലും നല്ല കുറെ ആലോചനകൾ കൊണ്ടുവരാറുള്ളതല്ലേ. ഇതങ്ങനെയല്ലെന്ന്. വേണമെന്ന് വെച്ചാൽ നമുക്ക് നടത്താൻ പറ്റുന്ന ആലോചന. ചെറുക്കൻ PWDയിലെ ഓവർസിയറാ. കാണാനാണെങ്കിലോ ബഹുമെടുക്കനാ. ഫോട്ടോ കണ്ടപ്പോഴേ സുഗനയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലതാണെങ്കിൽ നടത്തണം ചേച്ചി. കല്യാണം നടത്താൻ ഞങ്ങളുടെ കയ്യിൽ എവിടുന്നാടി പൈസ? 5 ലക്ഷം രൂപയും 50 പവന്റെ സ്വർണവും മതിയായിരുന്നു. ചേച്ചി എന്താ പറയുന്നേ? ഇത്രയൊക്കെ കൊടുക്കാൻ ആരെ കൊണ്ട് പറ്റും ചേച്ചി? നീ മനസ്സ് വെച്ചാ ഇത് നടക്കും. ഞാനോ? ചേച്ചി അറിയാത്ത 10 പൈസയെങ്കിലും എന്റെ കയ്യിലുണ്ടോ ചേച്ചി? നിന്റെ കയ്യിലില്ലെന്ന് എനിക്ക് അറിയില്ലേടി പൊട്ടി. 10 രൂപ കയ്യിൽ കിട്ടിയ ചുരുട്ടി പിടിക്കാൻ പോലും അറിയാത്തവളാ നീ. പിന്നെ ചേച്ചി പറഞ്ഞതോ? ഞാൻ വിചാരിച്ചാ നടക്കുമെന്ന്. അതോ? ഗോവിന്ദൻകുട്ടിയോട് നീ വേണ്ടതുപോലൊന്ന് പറയണം. ഗോവിന്ദൻകുട്ടി നോക്കിയാൽ നിഷ്പ്രയാസം നടത്താവുന്നതേ ഉള്ളൂ. 10,000 കണക്കിന് രൂപയുടെ ചിട്ടി നടത്തുന്നവനല്ലേ അവൻ. ഇതൊക്കെ ആര് തുടങ്ങി വെച്ച ചിട്ടിയാ? ഞാൻ. ചേച്ചി അയലത്തെ 10 പേരെ ചേർത്ത് ചിട്ടി നടത്തിയതുപോലെയാണോ ഗോവിന്ദേട്ടന് ചിട്ടി?
എന്തോ ആയിക്കോട്ടെ, ഇത് ഞാൻ തുടങ്ങി വെച്ച പ്രസ്ഥാനമല്ലേ. എന്റെ കൈപുണ്യം കൊണ്ടല്ലേ ഇത് നടന്നു പോകുന്നേ. പിന്നെ ഇൻഷുറൻസിൽ ആളെ ചേർക്കുന്ന വകയിലും കിട്ടത്തില്ലേടി നല്ലൊരു തുക. എന്റെ ചേച്ചി 3 പിള്ളേരെയും പഠിപ്പിച്ച് ഈ വീട്ടിലെ ചെലവ് നടത്തി കഴിഞ്ഞാ ഒന്നും മിച്ചം വെക്കാൻ പറ്റില്ലെന്നാ ഗോവിന്ദേട്ടൻ പറയുന്നേ. സുകേഷ് ഏട്ടൻ പറഞ്ഞല്ലോ നല്ല വരുമാനമാണെന്ന്. സുകേഷ് ഏട്ടന് കണക്കൊക്കെ അറിയാവുന്നല്ലേ? സുകേഷിന് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ ഗോവിന്ദേട്ടൻ. ഓ നക്കാപ്പിച്ച. സുകേഷ് ഏട്ടന്റെ സ്വന്തം ചെലവിനൊക്കെ ഉള്ളൂ അത്. 2 ഷർട്ടും 1 ജോഡി ചെരുപ്പും എടുത്ത് ഫോണും ചാർജ് ചെയ്ത് തിരുവമ്പാടി പോയി 2 സിനിമയും കണ്ടു കഴിയുമ്പോ ആ കാശങ്ങ് തീരും. ഗോവിന്ദേട്ടൻ ഇവിടെ 1 വർഷം 2 ഷർട്ട് എടുക്കുന്നില്ല. അപ്പോഴാ സുകേഷിന് മാസം 2 ഷർട്ട്. ഗോവിന്ദേട്ടൻ എന്തുമാത്രം ചുരുക്കി പിടിച്ചിട്ടാന്നറിയോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നേ. എനിക്കറിയാം, നീ കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട. ഒരു കാര്യം നീ ഓർത്തോ വിജയമ്മേ, അച്ഛനും അമ്മയും മരിച്ച ശേഷം നിന്നെ വളർത്തിയതും ഈ നിലയിൽ എത്തിച്ചതും ഞാനാ. അതിനുവേണ്ടി എന്റെ ഭർത്താവിനെ പോലും ഞാൻ വേണ്ടെന്ന് വെച്ചു. അതയാളുടെ ചീത്ത സ്വഭാവം. ഞാനെല്ലാം പറയുന്നത് നീ കേക്ക്, ഇടയ്ക്ക് കയറണ്ട. ഗോവിന്ദൻകുട്ടിയായിട്ടുള്ള കല്യാണം ഞാനല്ലേ നടത്തി തന്നത്, ആണോ? അതൊക്കെ ശരിയാ, പക്ഷേ ഒരു പക്ഷേയും പറയണ്ട നീ. ഈ വീട് നമുക്ക് 2 പേർക്കും കൂടെ അവകാശപ്പെട്ടതല്ലായിരുന്നോ? അത് നിന്റെ പേരിലോട്ട് അവകാശം തീരെ എഴുതി തന്നില്ലേ ഞാൻ? അതിനു പകരം ചേച്ചിക്ക് പൊരയിടത്തിന്റെ നല്ലൊരു ഭാഗം മുഴുവൻ. നീ അവിടെ നില്ലേ, തോക്കി കയറി വെടിവെക്കല്ലേ. അങ്ങനെ എനിക്കുണ്ടായിരുന്ന നല്ലതെല്ലാം നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചവളായി ഞാൻ. ദേ, നിനക്കെന്നോട് തീരാത്ത കടപ്പാടുണ്ട്. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഗോവിന്ദൻകുട്ടിയോട് പറഞ്ഞ് എന്റെ മോളുടെ കല്യാണം നടത്തിക്കണം. നിന്റെ മോളെ പോലെ തന്നെല്ലേടി അവളും. അവക്കൊരു ജീവിതം വേണ്ടേ? വയസ്സ് 26 കഴിഞ്ഞു. മൂത്ത് നരച്ചാ പിന്നെ കെട്ടിക്കൊണ്ടു പോവാൻ ആരെങ്കിലും വരുവോടി? ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞു നോക്കാം. ചുമ്മാ പറഞ്ഞാ പോരാ, നിർബന്ധിച്ച് തന്നെ പറയണം. പിന്നെ ഗോവിന്ദൻകുട്ടിക്ക് എന്നോട് കടപ്പാടുണ്ട്. വീടും കുടുംബവും ഇല്ലാതെ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടന്നവനെ എന്റെ അനിയത്തെ ഞാൻ കെട്ടിച്ചു കൊടുത്തു. താമസിക്കാൻ ഈ വീടും ഏൽപ്പിച്ചു കൊടുത്തത് ഞാനാ. ഞാനില്ലായിരുന്നെങ്കിലേ അവൻ വല്ല കടത്തിണ്ണയിലും കിടന്ന് ചങ്കം കരലും ദ്രവിച്ച് ചത്തുപോയേനെ. ദേ, എല്ലാം ഓർമ്മ വേണം എല്ലാവർക്കും. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. ചിറ്റ വേണ്ട പോലെ പറഞ്ഞ ഈ കല്യാണം നടത്താം. എനിക്ക് ഇഷ്ടപ്പെട്ട ആലോചനയാ. ഇത് നടന്ന എന്റെ ജീവിതം രക്ഷപ്പെട്ടേനെ.